റഷ്യൻ ആണവ സംരക്ഷണ മേധാവി കൊല്ലപ്പെട്ടു. ഇലക്ട്രിക് സ്കൂട്ടറിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. റഷ്യയുടെ ആണവ ജൈവ രാസ സംരക്ഷണ സേനകളുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിരില്ലോവാണ് കൊല്ലപ്പെട്ടത്. മുതിർന്ന റഷ്യൻ ജനറലിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ സഹായിയും മരണപ്പെട്ടു. കൊലപാതകത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ സർക്കാർ. റഷ്യൻ ഫെഡറേഷൻ സായുധ സേനയുടെ റേഡിയേഷൻ കെമിക്കൽ ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ തലവനായിരുന്ന ഇഗോർ കിരില്ലോവിന്റെയും സഹായിയുടെയും കൊലപാതകം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യയുടെ റേഡിയോ ആക്റ്റീവ് കെമിക്കൽ ബയോളജിക്കൽ ഡിഫൻസ് ഗ്രൂപ്പുകൾ RKHBZ എന്നറിയപ്പെടുന്നു. ഇതൊരു പ്രത്യേക സേനയാണ്. കഴിഞ്ഞ ദിവസം ഉക്രൈനിൽ നിരോധിത രാസ ആയുധങ്ങൾ റഷ്യ ഉപയോഗിച്ചു എന്നാരോപിച്ച് ഉക്രൈനിയൻ പ്രോസിക്യൂട്ടർമാർ കിരില്ലോവിനെതിരെ ആരോപണമുന്നയിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. പക്ഷേ റഷ്യ ഈ ആരോപണം നിഷേധിച്ച് രംഗത്തു വന്നു. ഇതിനുശേഷമാണ് കിരില്ലോവിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതും അദ്ദേഹം കൊല്ലപ്പെടുന്നതും. ക്രെംലിനിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന റിയാൻസ്കി പ്രോസ്പെക്റ്റിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് പുറത്താണ് സ്കൂട്ടറിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചത്. സംഭവ സ്ഥലത്ത് തന്നെ കിരില്ലോവും ഒപ്പം സഞ്ചരിച്ച സഹായിയും കൊല്ലപ്പെട്ടു. കൊലപാതകത്തിൽ ആസൂത്രണം നടന്നത് വളരെ വ്യക്തമാണ്. കിരില്ലോവിന്റെ ദുരൂഹ മരണത്തിൽ റഷ്യൻ ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.